This is the most valuable thing that the people of India have. ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ള ഏറ്റവും മൂല്യവത്തായ വിലമതിക്കുന്ന സാധനം വസ്തുത എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയും തുല്യതയുമാണ്. All the wealth of India is less valuable than the constitution. ഈ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും ഇന്ത്യൻ അത് കൂട്ടിച്ചേർത്താലും ഇന്ത്യൻ ഭരണഘടനയുടെ അത്രയും വില അതിന് വരില്ല. Because the constitution gives our people dignity and rights. കാരണം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അന്തസ്സും അവകാശവും നൽകുന്നത്, ഈ രാജ്യത്തെ മനുഷ്യർക്ക് അന്തസ്സും അവകാശവും നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. Whenever I come to Wayanad, I'm always received with love and affection. ഞാൻ എപ്പോ വയനാട്ടിലേക്ക് വന്നാലും നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടെയാണ് എന്നെ സ്വീകരിക്കുന്നത്. I was telling my mother that I've got now another home. ഞാൻ എന്റെ അമ്മയോട് പറയായിരുന്നു, എനിക്ക് ഒരു വീട് കൂടെ ഉണ്ടെന്ന് ഞാനിപ്പോ എന്റെ അമ്മയോട് പറയുകയായിരുന്നു. Because the people of Wayanad treat me like their family. കാരണം വയനാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബാംഗത്തെ വീട്ടിലെ ആളിനെ പോലെയാണ് എന്നെ കണക്കാക്കുന്നത്. നിലമ്പൂർ. Yes, the whole of Wayanad, Nilampur. വയനാട്ടിലെ എല്ലാ ഭാഗങ്ങളും നിലമ്പൂർ ഉൾപ്പെടെയുള്ളവർ നിങ്ങൾ എന്നെ കുടുംബാംഗത്തെ പോലെയാണ് കാണുന്നത്. Not only Nilampur, every house in Nilampur. നിലമ്പൂർ മാത്രമല്ല, നിലമ്പൂരിലെ ഓരോ വീട്ടിലും എന്നെ കുടുംബാംഗത്തെ പോലെയാണ് കാണുന്നത്. Even some of the LDF people treat me very nicely. സ്നേഹത്തോടു കൂടിയാണ് എന്നോട് പെരുമാറുന്നത്. They tell me we disagree. I disagree with them on their ideology. ഞാൻ അവരോട് അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് അവരുടെ ആശയത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. So we can argue about that. ഞങ്ങൾ തമ്മിൽ അതിനെപ്പറ്റി വാഗ്വാദവും ചർച്ചയൊക്കെ നടത്താം. But I will always treat them with respect and affection. LDF-ൽപ്പെട്ട ആളുകളോട് ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിലും അവരെയും ഞാൻ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി മാത്രമേ ഞാൻ അവരോട് And just like the people of UDF's difficulties are also my responsibility. ഇവിടെ UDF പ്രവർത്തകരായ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ എന്നതുപോലെ LDF പ്രവർത്തകരായ ഇവിടുത്തെ മനുഷ്യരുടെ ബുദ്ധിമുട്ടുകളും അതും എന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നു. But I can still discuss with them on their ideology, which I think is seriously problematic. എന്നാലും വളരെ പ്രശ്നമുള്ള അവരുടെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച്, ആശയത്തെക്കുറിച്ച്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്റെ ഉത്തരവാദിത്തമാണെങ്കിലും അവരോട് അതിന് ചെയ്യാനും വാദിക്കാനും കഴിയും. There's many things that we have promised in our manifesto. I'm just one thing which I think is the most powerful. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഈ രാജ്യത്തിന് മുൻപിൽ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. As you know, in today's India, both men and women have jobs. നിങ്ങൾക്കറിയാം, ഇന്നത്തെ ഇന്ത്യയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ടുപേർക്കും തൊഴിലുകളുണ്ട്. രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്. When a man gets a job, he works 8 hours, 10 hours, 12 hours, he gets paid for that. ഒരു പുരുഷൻ ജോലി ചെയ്യുമ്പോൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നു, 10 മണിക്കൂർ ജോലി ചെയ്യുന്നു. ആ ജോലിക്ക് അദ്ദേഹത്തിന് തക്കതായ ശമ്പളം ലഭിക്കുന്നു. And when a woman does that, 8 hours, 10 hours, 12 hours job, she also gets paid for it. ഒരു സ്ത്രീ അതുപോലെ 8 മണിക്കൂർ 10 മണിക്കൂർ വീടിന് പുറത്ത് ജോലി ചെയ്യുമ്പോൾ ആ സ്ത്രീക്കും അതിനു വേണ്ട ശമ്പളം ലഭിക്കുന്നുണ്ട്. So that is fair. അത് തുല്യമാണ്, നീതിയുക്തമാണ്. But what people do not say is that every woman in India does 2 jobs. പക്ഷേ ഇവിടെ നമ്മൾ ആരും പറയാത്ത ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ ഓരോ സ്ത്രീയും രണ്ട് തരം ജോലികളാണ്, രണ്ട് ജോലികളാണ് ചെയ്യുന്നത്. One job she does when she goes out and she works in an office, and the other job she does at home, at least 8 to 10 hours a day. ജോലി ചെയ്യുന്ന സ്ത്രീകൾ പുറത്തു പോയി ജോലി ചെയ്യുന്നത് മാത്രമല്ല, പുറത്ത് ചെയ്യുന്ന ജോലിയെ കൂടാതെ ഓരോ വീട്ടിലും ഇന്ത്യയിലെ ഓരോ സ്ത്രീയും 8 മുതൽ 10 മണിക്കൂർ വരെ വീട്ടിലും ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ അധികം പറയുന്നില്ല. Every man knows this, every woman knows this, but it is taken for granted. എല്ലാവർക്കും അറിയാം, എല്ലാ പുരുഷന്മാർക്കും ഈ കാര്യം അറിയാം, എല്ലാ സ്ത്രീകൾക്കും അറിയാം. പക്ഷെ ഇതാരും കാര്യമായിട്ട് എടുക്കുന്നില്ല. So we want to be the first government in history to compensate our women for the work they do at home in bringing up our children. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ചരിത്രത്തിലെ ആദ്യത്തെ ഗവൺമെന്റായി മാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് തങ്ങളുടെ കുട്ടികളെ നോക്കി തങ്ങളുടെ വീട്ടിൽ അവർ ചെയ്യുന്ന ജോലിക്ക് തക്കതായ നഷ്ടപരിഹാരം, തക്കതായ പ്രതിഫലം അവർക്ക് നൽകുന്ന ആദ്യത്തെ ഗവൺമെന്റായി മാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. So we have
3 ideas to transform Indian women. ഇന്ത്യയിലെ സ്ത്രീകളുടെ ഇവിടെയുള്ളവരുടെ ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന 3 ആശയങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. The first, what we are going to do is we are going to make a list of every single poor family in India. ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ രാജ്യത്തെ ദരിദ്രരായ എല്ലാ കുടുംബങ്ങളുടെയും ഒരു പട്ടിക ഉണ്ടാക്കാൻ പോവുകയാണ്. And then the government of India, next government of India is going to choose one woman in each family. അതിനുശേഷം ഈ പട്ടിക ഉണ്ടാക്കിയ ശേഷം രാജ്യത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന അടുത്ത ഇന്ത്യൻ ഗവൺമെന്റ് ഇതിലെ ഈ പട്ടികയിൽ നിന്ന് ഓരോ ദരിദ്ര കുടുംബത്തിൽ നിന്നും ഓരോ സ്ത്രീയെ തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. Now obviously these will be women who are from poor households across the country. യഥാർത്ഥത്തിൽ പ്രത്യക്ഷമായും ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് രാജ്യത്തെ ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ള രാജ്യമെമ്പാടുമുള്ള സ്ത്രീകളാവും. പക്ഷെ നിങ്ങൾക്കറിയാമോ, കോടിക്കണക്കിന് സ്ത്രീകൾ ഉണ്ടാവും ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്ത്രീകളെ തിരഞ്ഞെടുക്കുമ്പോൾ. And the government of India is going to put directly in their bank account 1 lakh rupees every year, 8,500 rupees every month. ഈ പറയുന്ന കോടിക്കണക്കിന് ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇനി അധികാരത്തിൽ വരുന്ന ഞങ്ങളുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഓരോ മാസവും 8,500 രൂപ വീതം 1 ലക്ഷം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. We are also going to make sure that in all government jobs, in the public sector units, in the government companies, that our women get 50% reservations. അത് മാത്രമല്ല, ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലികളിൽ, ഗവൺമെന്റ് ജോലികളിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് 50% സംവരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉറപ്പുവരുത്തും. And we are going to also give reservations in the parliament and Vidhan Sabhas immediately. അത് മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിലും നിയമനിർമ്മാണ സഭകളിലും ഇന്ത്യയിലെ ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഉടനടി സംവരണം ഉറപ്പാക്കുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. These leaders around me right now, they are disturbing me. ഇവിടെ നിൽക്കുന്ന ഈ ലീഡേഴ്സ്, അടുത്ത് നിൽക്കുന്നവർ എന്നെ ചെറുതായിട്ട് എനിക്ക് പ്രശ്നമുണ്ട്. They are telling me hurry up, time is short. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേഗം പറയൂ സമയമില്ല എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. I am with my family, time is not short, unlimited time is there. ഞാൻ എന്റെ വീട്ടിലെ ആൾക്കാരോടാണ്, എന്റെ കുടുംബാംഗങ്ങളോടാണ്, അതുകൊണ്ട് എനിക്ക് സമയം പ്രശ്നമേ ഇല്ല. ഇവിടെ ഇഷ്ടം പോലെ സമയമുണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ. And the final thing is that we have millions of women who work as ashas and anganwadis. അത് മാത്രമല്ല, നമുക്ക് ലക്ഷക്കണക്കിന് സ്ത്രീകളുണ്ട്, ആശാ പ്രവർത്തകരും അംഗൻവാടിയിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾ നമുക്കുണ്ട്. And we are going to double their wages. അവരുടെ വരുമാനം ഇന്ത്യ മുഴുവനുള്ള ആശാ വർക്കർമാരുടെയും അംഗൻവാടിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെയും വരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരട്ടിയാക്കാൻ പോവുകയാണ്. So that was just one of the things that we are thinking. I would recommend that you read our manifesto. ഇത് ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങളോട് ഞാൻ ഞങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വായിക്കണം എന്ന് നിങ്ങളോട് ശുപാർശ ചെയ്യുകയാണ്, വായിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. We have a strategy for employment, we have a strategy for farmers, we have a strategy for laborers, for women, for young men. നമ്മളെ ഈ നാട്ടിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് ഞങ്ങൾക്ക് ചില പദ്ധതികളുണ്ട്. അതുപോലെ കർഷകർക്ക് വേണ്ടി പദ്ധതികളുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി പദ്ധതികളുണ്ട്, യുവജനങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ. ഇതെല്ലാം ഞങ്ങളുടെ പ്രകടന പത്രികയിൽ വിശദമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. And the BJP has also promised a few things. അതിനൊപ്പം BJPയും കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. I looked at their manifesto. ഞാൻ അവരുടെ മാനിഫെസ്റ്റോ ഒന്ന് നോക്കുകയുണ്ടായി. They have 2 main ideas. അവർക്ക് 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് അവരുടെ പ്രകടന പത്രികയിൽ. One is to bring the Olympic Games to India. ആദ്യത്തെ പ്രധാന ആശയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒളിമ്പിക് ഗെയിംസ് കൊണ്ടുവരും. And the second is to send someone to the moon. രണ്ടാമത്തേത് ആരെങ്കിലും ചന്ദ്രനിലേക്ക് പറഞ്ഞുവിടും. ഇത് രണ്ടുമാണ് BJPയുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാന ആശയം. Of course they will use a rocket that ISRO made, which was founded, which was supported, developed by the Congress party. ചന്ദ്രനിലേക്ക് ആളെ വിടുമ്പോൾ അവർ ഏത് റോക്കറ്റായിരിക്കും ഉപയോഗിക്കുന്നത്? ISRO ഉണ്ടാക്കിയ റോക്കറ്റ്. ആ ISRO സ്ഥാപിച്ചതല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച ISROയിലെ റോക്കറ്റ്. Thank you very much. നന്ദി. താങ്ക് യു.